ഹലോ, ഇന്ന് എന്നെ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ഈ കാണുന്ന ചിത്രങ്ങളിലേക്കും പോകണം. ഇവിടെ നീ ഒരാളെ കാണും. അയാളുടെ പേര് നിക്കോളാസ് ജെയിംസ് വൂജിച്ച് എന്നാണ്. 42 വയസ്സ് പ്രായമുള്ള ലോകപ്രശസ്തനായ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ. ടെട്രാ അമേലിയ സിൻഡ്രം എന്നൊരു രോഗാവസ്ഥയുള്ളൊരു മനുഷ്യനാണിത്. ജന്മനാൽ കൈകളും കാലുകളും ഇല്ലാതെ ഒരു മാംസപിണ്ഡം പോലെ മനുഷ്യൻ ജനിക്കുന്ന ഒരു രോഗാവസ്ഥ. ആ മനുഷ്യൻ ഇന്ന് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. വെറും 99 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ പരാധീനതകളെയും പരാജയപ്പെടുത്തി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണിത്. തൻ്റെ ആത്മകഥയായ ലൈഫ് വിതൗട്ട് ലിമിറ്റ്സ് പരിഭാഷപ്പെടുത്തിയാൽ ഒരു പക്ഷേ നമുക്ക് പറയാം അതിർവരമ്പുകളില്ലാത്ത ജീവിതം. ആ ആത്മകഥയിൽ നിക്കോളസ് എന്ന നിക്ക് എഴുതുന്നത് ഇപ്രകാരമാണ്: അവന് ജന്മം നൽകിയ അമ്മ പ്രസവത്തിന് ശേഷം അവനെ കാണാനോ അമ്മയുടെ കരങ്ങളിൽ എടുക്കാനോ വിസമ്മതിച്ച് അവളുടെ ഭർത്താവിനോടൊപ്പം ഹോസ്പിറ്റൽ വിട്ട് ഓടിപ്പോയി എന്നാണ്. അറപ്പുളവാക്കുന്ന വിരൂപനായ ഒരു മാംസപിണ്ഡം പോലൊരു മകനെ കണ്ടു നിൽക്കാൻ ഒരു പക്ഷേ അവർക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം. അവൻ്റെ രോഗാവസ്ഥ മൂലം എല്ലാവരും അവനെ പരിഹസിച്ചു. അവൻ എഴുതുന്നുണ്ട്, ഒരിക്കൽ കുളിമുറിയിൽ സ്വയം മുങ്ങി മരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നാണ്. പേന പിടിച്ചെഴുതാൻ വിരലുകളില്ലാതിരുന്നപ്പോൾ കാലിൻ്റെ തുമ്പിലെ മാംസം 2 വെട്ടിമുറിച്ച് വൈദ്യശാസ്ത്ര സഹായത്താൽ 2 വിരലുകളാക്കിയെടുത്ത് ഒരു പേന ചേർത്ത് പിടിക്കാൻ അയാൾ പ്രാപ്തനായി. 17-ാം വയസ്സിൽ പള്ളിയിലും സ്കൂളിലും പിന്നെ അയാൾ മോട്ടിവേഷണൽ സ്പീക്കറായി അവതരിക്കുകയാണ്. കാലങ്ങൾ പിന്നിട്ടപ്പോൾ നിക്കിനെ വളർത്താനും അവനെ സഹായിക്കാനും അവൻ്റെ മാതാപിതാക്കൾ തയ്യാറായി എന്നുള്ളത് മറ്റൊരത്ഭുതമാണ്. പിന്നെ അയാൾ സാധാരണ മനുഷ്യരെ പോലെ വളർന്നു. സാധാരണ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. തൻ്റെ പരാധീനതകൾക്കിടയിലും അനേകം ജീവിതങ്ങളെ അയാൾ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രകാശഗോപുരം പോലെ ഈ 99 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള മനുഷ്യൻ ഇങ്ങനെ നിവർന്നു നിന്ന് ജീവിക്കാൻ കൂടുതൽ പേരെ പ്രാപ്തരാക്കുകയായിരുന്നു. അയാൾ നീന്തൽക്കുളത്തിൽ ഒരു മത്സ്യത്തെ പോലെ ഊളിയിട്ടു. ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ അയാൾ പന്ത് തട്ടി. സാധാരണ മനുഷ്യർക്ക് പോലും കടന്നെത്താനാകാത്ത ഇടങ്ങളിൽ അയാൾ വിജയക്കൊടി പാറിച്ചു. ഒരിക്കൽ നിക്ക് എഴുതിയിട്ടുണ്ട്, ഇഫ് യു കാൻറ്റ് ഗെറ്റ് എ മിറക്കിൾ ബിക്കം വൺ. നീ ഒരിടത്തും ഒരു അത്ഭുതം കണ്ടെത്തുന്നില്ല എങ്കിൽ നീ തന്നെ ഒരു അത്ഭുതമാകൂ എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. നമ്മുടെ വിരലുകളുടെ തുമ്പ് ഒന്ന് മുറിഞ്ഞാൽ പോലും അതിൽ സങ്കടപ്പെടുകയും അതൊരു കാരണമായി എടുത്ത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളിൽ ഏറിയ പങ്ക്. പരാധീനതകളെ കടന്ന മനുഷ്യർ മാത്രമേ, സാഹസികമായ ജീവിതത്തെ കണ്ടവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത് ലോകത്തിൻ്റെ ചരിത്രമാണ്. കുറവുകൾ മാത്രം എണ്ണി പറഞ്ഞ് എനിക്കിനി ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന മനുഷ്യരാണ് നമ്മളിൽ പലരും. ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് നിക്കിനെ പോലുള്ള മനുഷ്യർ. നമ്മളും എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറഞ്ഞാലും പറ്റില്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാലും നാം സ്വയം വിചാരിക്കാതെ നമുക്ക് യാതൊരുവിധ പുരോഗതിയും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവുകയില്ല. എന്തൊരത്ഭുതമാണല്ലേ ചില മനുഷ്യരുടെ ജീവിതം. അവർക്ക് പ്രകൃതിയും പ്രപഞ്ചവും ഒന്നും കൊടുക്കാതിരിക്കുമ്പോഴും അവർ പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ്. എല്ലാം ലഭിച്ച മനുഷ്യരായ നമ്മൾ ഒരു നേട്ടങ്ങളും നേടാതെ കടന്നു പോവുകയാണ്. ഒരു മാറ്റം തീർച്ചയായും നമുക്ക് അനിവാര്യമാണ്. മുന്നോട്ട് പോകൂ. ബലഹീനതകളെല്ലാം ബലമാക്കി മാറ്റിയെടുക്കൂ. നിനക്ക് സാധിക്കും. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.